കരിമണി, നീ എന്താ ഒന്നും മിണ്ടാത്തത്? ഒരുപാട് നേരം തളം കെട്ടി നിന്ന മൗനത്തെ ഭഞ്ജിച്ചുകൊണ്ട് രാഘവൻ നായർ തുടർന്നു. അച്ഛൻ നിന്നെ നിർബന്ധിക്കുകയില്ല. ഒരിക്കലും, ഒന്നിനും. ഞാൻ ഇന്നുവരെ നിന്നെ നിർബന്ധിച്ചിട്ടില്ല. എൻ്റെ ഒരു സ്വപ്നം ആരോരും ഇല്ലാത്ത ആ മനുഷ്യ ജീവിയോടുള്ള സഹതാപമായെങ്കിലും നിനക്കവളെ സ്വീകരിച്ചുകൂടെ? ശ്രീനാഥ് ബെഡിൽ നിന്ന് എഴുന്നേറ്റു. സഹതാപം കൊണ്ട് സ്വീകരിക്കുന്നതൊന്നും മനസ്സോടെ ആയിരിക്കില്ലല്ലോ അച്ഛാ. സഹതാപം കാട്ടാൻ മാത്രം എൻ്റെ കരിമണിക്കൊരു കുറവുമില്ല. ഒരാളെ എൻ്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ്. വെറുമൊരു സഹതാപത്തിൻ്റെ പുറത്ത് ഒരു പെൺകുട്ടിയുടെ കഴുത്തിൽ മിന്നുകെട്ടിക്കൊടുക്കുവാൻ ഈ ശ്രീനാഥന് പറ്റില്ല. ഞാൻ അച്ഛൻ്റെ മകനാണ്. എന്നിരുന്നാലും എൻ്റെ അമ്മാവൻ്റെ ജീവിതമാണ് എൻ്റെ പാഠം. നിറവും ധനവും മഹിമയും മറന്ന് ഹൃദയം കൊടുത്തൊരു പെണ്ണിനെ സ്നേഹിച്ച് ആത്മഹത്യയുടെ വക്കിൽ നിന്നും സ്നേഹത്തിൻ്റെ പിടിവള്ളി കൊടുത്ത് ജീവിതത്തിലേക്ക് വലിച്ചെടുത്ത് അവളെ തന്നെ തൻ്റെ നല്ല പാതിയാക്കിയ അമ്മാവൻ. അദ്ദേഹത്തിൻ്റെ അനന്തരവനല്ലേ? കരിമണിക്കാരുടെ സഹതാപം വേണ്ട. അവൾ അതിലും അധികം എന്തൊക്കെയോ അർഹിക്കുന്നുണ്ട്. അതവൾക്ക് കിട്ടുക തന്നെ ചെയ്യും. അച്ഛൻ സമാധാനമായി പൊയ്ക്കോളൂ. മോനെ, ഞാൻ പറഞ്ഞത്. അച്ഛൻ ഇനി ഒന്നും പറയണ്ട. എന്നെ വളർത്തി വലുതാക്കിയതിന് അച്ഛൻ ഒരിക്കലും ദുഃഖിക്കേണ്ടി വരില്ല. ഇതൊരു മകൻ്റെ വാക്കാണ്. രാഘവൻ നായർ മകൻ്റെ ചുമലിലൊന്ന് തട്ടിപ്പുറത്തേക്ക് നടന്നു. വാതിലടിച്ച ശേഷം തിരികെ വന്ന് ശ്രീനാഥ് ടേബിളിനകത്ത് വെച്ചിരുന്ന ഡയറി എടുത്തു. ഒരുപാട് താളുകൾ മറിച്ചുകൊണ്ട് അതിൽ നിന്ന് അടർത്തിയെടുത്ത ഫോട്ടോ ശകലത്തിൽ നോക്കി ഒന്ന് മന്ദഹസിച്ചു. പകുതി മുറിഞ്ഞു പോയെങ്കിലും നീയാണെൻ്റെ പ്രാണൻ. തന്നെ നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ പെൺകുട്ടിയുടെ നെറ്റിമേൽ ചുംബിച്ചുകൊണ്ട് ശ്രീനാഥ് പറഞ്ഞു. അപ്പോഴെങ്ങനെയാ നിന്റെ തീരുമാനം? അത്താഴത്തിന് ഊണുമേശയിൽ എല്ലാവരും ഇരിക്കവേ സുഭദ്രാമ വീണ്ടും വിഷയമെടുത്തിട്ടു. ശ്രീനാഥ് തലയുയർത്തി നോക്കി. ആ ടീച്ചറുമായിട്ടുള്ളത് ഉറപ്പിക്കട്ടെ ഞങ്ങൾ. ഞാൻ നേരത്തെ പറഞ്ഞൊന്നും അമ്മയ്ക്ക് മനസ്സിലായില്ലേ? മലയാളത്തിൽ തന്നെയല്ലേ പറഞ്ഞത്? ഇനി ഭാഷ മാറ്റണോ? നീ ഭാഷയൊന്നും മാറ്റണ്ട. എൻ്റെ സ്വഭാവം മാറ്റാതിരുന്നാൽ മതി. സുഭദ്രാമയ്ക്കും ദേഷ്യം വന്നു. ഓ, അങ്ങനെങ്കിലും നീ നിന്റെ സ്വഭാവം ഒന്ന് മാറ്റി സുഭദ്രേ. രാഘവൻ നായർ ഉറക്കെ ചിരിച്ചു. ആ ചിരി പതുക്കെ ശ്രീനാഥിലേക്കും പടർന്നു. ഗൗരവമായിട്ട് സംസാരിക്കുമ്പോഴാ അച്ഛനും മോനും ഒരുമാതിരി. സുഭദ്രയുടെ മുഖം വലിഞ്ഞു മുറുകി. ഞാൻ പറഞ്ഞല്ലോ അമ്മേ, എനിക്ക് ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ. അടുക്കളയിലിരുന്ന് നന്ദിതയും ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു മൂവരുടെയും സംസാരം. സ്നേഹിക്കുന്ന പെൺകുട്ടിയെ മാത്രമേ വിവാഹം കഴിക്കാൻ പറ്റുള്ളൂ അത്രേ. അപ്പോൾ താൻ സ്നേഹിച്ചതോ? തൻ്റെ സ്നേഹത്തിന് ഒരു വിലയുമില്ലേ? അറിവായ കാലം മുതൽ മനസ്സിൽ കൂടുകൂട്ടിയ പ്രണയത്തിന് ഒരർത്ഥവുമില്ലേ? ഒരു വ്യവസ്ഥയുമില്ലാതെ ഇവിടെ സഹിച്ചും കരഞ്ഞും പിടിച്ചു നിന്നത് ശ്രീയേട്ടന് വേണ്ടി ആയിരുന്നില്ലേ? എന്നിട്ടും ഇന്നലെ കണ്ട ഏതോ ഒരു പെണ്ണിനു വേണ്ടി വർഷങ്ങളോളം കാത്തിരുന്ന് തന്നെ ശ്രീയേട്ടൻ മറന്നു. നന്ദിതയുടെ കണ്ണുകൾ നിറഞ്ഞു തുളുമ്പി. കരച്ചിലിൻ്റെ ആക്കം കുറയ്ക്കാൻ അവൾ വീണ്ടും ധാവണിത്തുമ്പ് കൊണ്ട് മുഖം പൊത്തി. അവരെല്ലാം ഇന്ന് അവിടുന്ന് പുറപ്പെടും. നാളെ എയർപോർട്ടിലേക്ക് പുറപ്പെടണം. ഞാൻ ചെല്ലാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ എല്ലാം അങ്ങ് തീരുമാനിച്ചോ? പിന്നെ ഞാനും നിന്റെ അച്ഛനും എന്തിനാടാ ഇവിടെ? രാഘവേട്ട, ഇവൻ പറയണത് കേൾക്കുന്നില്ലേ? രാഘവൻ നായർ അത് ശ്രദ്ധിക്കാതെ ശ്രീനാഥിനെ നോക്കി. നീ എന്തിനാ മോനെ പോണത്? നാട്ടിൽ അവർക്കും മറ്റു ബന്ധുക്കളാരും ഇല്ലേ? അങ്ങനല്ല ചാ. അവൾ പറഞ്ഞിരുന്നു നാട്ടിൽ വന്നാൽ ഒരു നിമിഷം പോലും വൈകിക്കാതെ ഇവിടേക്ക് വരണമെന്ന്. അമ്മയെ കാണണമെന്ന് അവൾ പ്രത്യേകം പറഞ്ഞു കേട്ടോ എന്നും പറഞ്ഞ് ശ്രീനാഥ് സുഭദ്രയ്ക്ക് നേരെ ചിരിച്ചുകൊണ്ട് കണ്ണിറുക്കി. ഇവിടെ ആരുടെയും കണ്ണിറുക്കലും മൂക്കുവിറപ്പിക്കലും ഒന്നും എനിക്ക് കാണണ്ട. അച്ഛനോടും മോനോടും കൂടി ഒരു കാര്യം പറഞ്ഞേക്കാം. പെണ്ണിനെ എനിക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ ഈ കല്യാണം ഞാൻ നടത്തിക്കില്ല. എന്നുവെച്ച് നിരാശാ കാമുകനായിട്ട് പിന്നീട് കല്യാണം കഴിക്കാതെ നടക്കാമെന്ന് അമ്മയുടെ പൊന്നുമോ വിചാരിക്കുകയും വേണ്ട. 27-ന് മുന്നേ നിന്റെ വിവാഹം കഴിഞ്ഞിരിക്കണമെന്നാണ് ജോത്സ്യർ പറഞ്ഞിരിക്കുന്നത്. അത് കഴിഞ്ഞാൽ പിന്നെ 40-ലേ ഉള്ളൂന്ന് സുഭദ്രാമ വിവശതയോടെ പറഞ്ഞു. അതെന്താ 40 കഴിഞ്ഞാൽ പെണ്ണിനെ കിട്ടില്ലേ? ശ്രീനാഥ് കുസൃതിയോട് ചോദിച്ചു. കിട്ടും, പക്ഷേ വല്ല വയ്യായ്മ പിടിച്ചതിനെയോ വയസ്സാതിനെയൊക്കെ ആയിരിക്കും. പിന്നെ അതിനെ ഞാൻ നോക്കേണ്ടി വരും. നീ പറയുന്ന കേട്ടാൽ തോന്നൂല്ലോ ഈ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും നീയാ നോക്കുന്നതെന്ന്. എന്താ
അങ്ങനല്ലേ? ആ പാവപ്പെട്ട പെങ്കൊച്ചില്ലായിരുന്നെങ്കിൽ കാണായിരുന്നു, രാഘവൻ നായർ മനസ്സിൽ പറഞ്ഞു. ശ്രീകുട്ടൻ്റെ കഴിഞ്ഞ് നമുക്ക് നന്ദൂട്ടിയെയും ഒരാളുടെ കയ്യിൽ പിടിച്ച് ഏൽപ്പിക്കണം. സത്യം പറഞ്ഞാൽ അതാ ആദ്യം ചെയ്യേണ്ടത്. അവളൊരു പെങ്കൊച്ചല്ലേ? ഈ വരുന്ന മിഥുനത്തിൽ അവൾക്ക് വയസ്സ് 22 ഓ, അവളുടെ ജന്മനക്ഷത്രം വരെ കാണാതെ പഠിച്ചിരിക്കുകയാണോ നിങ്ങൾ? സുഭദ്രാമ്മ പുച്ഛത്തോടെ പറഞ്ഞു. അത് ഗൗനിക്കാതെ രാഘവൻ നായർ തുടർന്നു. അവളും എനിക്ക് ശ്രീകുട്ടനെ പോലെ തന്നെയാ. എൻ്റെ ചോരയല്ലെന്നേ ഉള്ളൂ. പഠിക്കാനോ നീ സമ്മതിച്ചില്ല. ഇല്ലാച്ചാൽ ഒരു ബിരുദമെങ്കിലും അവളുടെ കയ്യിലിരുന്നേനെ. ഓ, ബിരുദം? അടുക്കളയുടെ ബിരുദമൊക്കെ ഞാൻ അവൾക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. പഠിപ്പിച്ചിട്ട് എന്തിനാ? ഞാൻ 10 വരെയല്ലേ പഠിച്ചിട്ടുള്ളൂ. എന്നിട്ട് എനിക്കെന്താ ഒരു കുറവ്? നിനക്കൊരു കുറവുമില്ല, എല്ലാം കൂടുതലേ ഉള്ളൂ. അഹങ്കാരവും ദുഷ്ടതയും അസൂയയും എല്ലാം. അതിൽ ഡിഗ്രി എടുത്തോളാണല്ലോ നീ. അച്ഛൻ അമ്മയ്ക്കിട്ട് കൊട്ടുന്ന കേട്ട് ശ്രീനാഥ് രസിച്ചു. സുഭദ്രാമയ്ക്ക് കോപം ഇരച്ചു കയറി. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്? അവളെ കെട്ടിക്കണം, അത്രയല്ലേ ഉള്ളൂ. ആ ദേവകിയുടെ മോനില്ലേ ഗിരി, അവനു വേണ്ടി മുൻപ് അവളെന്നോട് നന്ദിതയെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. നാളെ ആവട്ടെ, അവളെ വിളിച്ചൊന്ന് സംസാരിക്കണം. ഏത് ഗിരി? ആ കാലിന് വയ്യാത്ത ചെക്കനോ? ഓ, അത്രയ്ക്ക് വയ്യായികൊന്നുമില്ല. നടക്കുമ്പോൾ ചെറിയൊരു മുടന്ത്. അതിനിപ്പോൾ എന്താ? സ്വന്തമായിട്ട് നല്ല വരുമാനമില്ലേ? ടൗണിലെ ജംഗ്ഷൻ്റെ ഒത്ത നടുക്ക ടെലിഫോൺ ബൂത്ത് ഇട്ടിരിക്കുന്നേ. മൂത്ത 2 പെമ്പിള്ളേരെ അവനല്ലേ കെട്ടിച്ചു വിട്ടത്? എന്നാലും 4ാം ക്ലാസിൻ്റെ പടി പോലും കാണാത്തവന് ഇത്രയും പഠിപ്പുള്ള പെണ്ണിനെ പിടിച്ചു കൊടുക്കണമെന്നോ? നിനക്കെങ്ങനെ ചിന്തിക്കാൻ തോന്നുന്നു സുഭദ്രേ? വേദനയോടെ രാഘവൻ നായർ ചോദിച്ചു. ഒന്നുമില്ലെങ്കിലും നിന്റെ സ്വന്തം ആങ്ങളയുടെ മോളല്ലേ അവൾ? ആണല്ലോ, എൻ്റെ ആങ്ങള. അത് നിങ്ങളും ഓർത്തു വെച്ചേക്കണം. എനിക്കില്ലാത്ത ആത്മബന്ധമൊന്നും നിങ്ങൾക്ക് അവളോട് വേണ്ട, മനസ്സിലായോ? സുഭദ്രാമ്മ കലിതുള്ളി പാത്രങ്ങളെല്ലാം എടുത്തുകൊണ്ട് അടുക്കളയിലേക്ക് പോയി. അകത്തു നിന്ന് കേട്ട വാക്കുകളെല്ലാം ഒന്നൊഴിയാതെ മനസ്സിലിട്ട് തിരിച്ചു വായിച്ചു നോക്കുവാണ് നന്ദിത. ദേവകിയമ്മയുടെ മകൻ സ്വന്തമായിട്ട് വരുമാനമുള്ളതും പെങ്ങന്മാരെ കെട്ടിച്ചയച്ചതും മാത്രമേ സുഭദ്രയപ്പയ്ക്ക് അറിയൂല്ലേ. കടയിലേക്ക് വരികയും പോവുകയും ചെയ്യണ നേരത്ത് പെൺകുട്ടികളെ മുഴുവൻ വായി നോക്കുന്നത് സുഭദ്രയപ്പയ്ക്ക് അറിയില്ലായിരിക്കും. ഒരിക്കൽ ഏതോ ഒരു പെണ്ണിനെ കയറി പിടിച്ചതിന് അതേ ജംഗ്ഷനിലൂടെ പോലീസുകാർ വിലങ്ങ് വെച്ചുകൊണ്ട് പോയ ഗിരിയും സുഭദ്രപ്പയ്ക്ക് അപരിചിതയായിരിക്കും. ഇത്രയ്ക്ക് ഈ പാവം പെണ്ണിനെ എന്തിനാ ദ്രോഹിക്കുന്നേ? ഇതിലും ഭേദം പല വിഷവും മേടിച്ചൊന്ന് കൊല്ലണതല്ലേ. തറവാടിന് പിറകിലെ കുളത്തിൻ്റെ പടിക്കെട്ടിലിരുന്നവൾ വിങ്ങിക്കരഞ്ഞു. അതൊരു ശീലമാണ്. ഒത്തിരി വിഷമം വരുമ്പോൾ ഈ കുളപ്പടവിൽ വന്നിരിക്കുന്നത്. ഇരവിൽ ചന്ദ്രനും പകലിൽ സൂര്യനും മാറി മാറി വെട്ടം വീശുന്ന വെള്ളത്തിൻ്റെ മാറിലേക്ക് കാലിട്ടടിക്കാൻ നന്ദിതയ്ക്കൊരു പ്രത്യേക ഇഷ്ടം. ഓരോ പ്രാവശ്യവും കാൽവിരലുകളെ തൊട്ടിയൊരുമി ഒഴുകിപ്പോകുന്ന തെളിനീര് തന്നെ ആശ്വസിപ്പിക്കാനുള്ള തലോടുകളാണെന്ന് അവൾക്ക് തോന്നും. പെട്ടെന്നാണ് ഒരു പൊട്ടുപോലെ എന്തോ വന്ന് കുളത്തിലേക്ക് വീഴുന്നത്. ആ ഭാഗത്തേക്ക് വെള്ളമൊരു വളച്ചുറ്റുപോലെ ചുറ്റും വ്യാപിക്കുന്നത് കണ്ടു. ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി. കരിമണിയേ, കൂയി. തിരിഞ്ഞു നോക്കിയപ്പോൾ കണ്ടു കള്ളച്ചെരിയോടെ ശ്രീയേട്ടൻ നിൽക്കുന്നത്. ശ്രീയേട്ടൻ എന്താ ഈ രാത്രി ഇവിടെ? ഒട്ടൊരങ്കലാപ്പോടെ അവൾ എഴുന്നേറ്റു. ദേ, എനിക്കിവിടെ വന്നൂടെ? നീ എന്താ ഇവിടെ? ഞാൻ വെറുതെ ആകാശത്ത് നക്ഷത്രങ്ങളെയൊക്കെ ഒന്ന് നോക്കി. നീ മലയാളം അല്ലായിരുന്നു മെയിൻ? അതെ. എന്തേ? അല്ല, എയ്റോസ്പേസ് ഒന്നും അല്ലായിരുന്നല്ലോ. ഓ, വീണ്ടും കളിയാക്കൽ. നന്ദിത വേദന കലർന്നൊരു മന്ദസ്മിതം തൂക്കി അയാളെ തന്നെ നോക്കി നിന്നു. നിനക്കെന്തെങ്കിലും വിഷമമുണ്ടോ? എനിക്കോ? എനിക്കെന്ത് വിഷമം? അല്ല, 2 ദിവസമായി ഞാൻ ശ്രദ്ധിക്കുന്നു, ഒരു ഉഷാറില്ലായ്മ. എന്തൊക്കെയോ കളഞ്ഞിട്ട് പോയ കൂട്ട്. ശ്രീയേട്ടന് തോന്നണതാ. ശ്രീനാഥ് അർത്ഥം വെച്ചൊന്ന് മൂളി. പിന്നെ വിശേഷങ്ങളൊക്കെ അറിഞ്ഞില്ലേ? ഇവിടെ ഒരു നല്ല കാര്യം നടക്കാൻ പോവാ. ആ, അറിഞ്ഞു. ആള് നാളെങ്ങി വരുന്നുണ്ട്. നീ വരുന്നോ അവളെ കൂട്ടിക്കൊണ്ടുവരാൻ? നെഞ്ചിലൊരു1000 സൂചി ഒരുമിച്ച് കുത്തിയിറക്കുന്ന പോലെ തോന്നി നന്ദിതയ്ക്ക്. തൻ്റെ പ്രാണനെ തട്ടിപ്പറിച്ചെടുക്കാൻ വരുന്നയാളെ താൻ തന്നെ ക്ഷണിച്ചു വരുത്തുന്നു പറയുന്നത് പോലെ നന്ദിതയ്ക്ക് ഈർഷ്യ തോന്നി. ഇല്ല, ഞാൻ പറഞ്ഞില്ല. നീ വിഷമിക്കണ്ട കേട്ടോ. നിൻ്റെയും വിവാഹം ഏതാണ്ട് നിശ്ചയിച്ച മട്ടാ. നീ കേട്ടില്ലേ അമ്മ പറഞ്ഞത്?
വേണ്ട ശ്രീയേട്ട. ശ്രീനാഥിനെ മുഴുവൻ പൂർത്തിയാക്കാൻ അവൾ അനുവദിച്ചില്ല. വേണ്ട, എനിക്കിത് കേൾക്കണ്ട. നീ വിഷമിക്കണ്ടടോ. അവനെ അല്ലെങ്കിൽ നല്ല മൊഞ്ചുള്ള വേറെ ആൺപിള്ളേരെ ഞാൻ കൊണ്ടുവന്ന് തരും. നീ എൻ്റെ കരിമണിയാണെങ്കിലും നല്ല വെള്ളാരം കല്ല് പോലുള്ള പയ്യനെ ഞാൻ കൊണ്ടുവന്ന് തരാടോ. ശ്രീനാഥ് അവളുടെ കവളിൽ നുള്ളി. അയാളുടെ കണ്ണുകളിലേക്ക് നോക്കാനാവാതെ അവൾ ദൃഷ്ടി താഴ്ത്തി. സങ്കടവും ദേഷ്യവും മൂലം അവളുടെ മുഖം ഒന്നുകൂടി കറുത്തു. പരിഭവത്തോടെയുള്ള അവളുടെ മുഖം കണ്ട് ശ്രീനാഥിന് ചിരി അടക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. കല്യാണത്തിന് നീ ഏത് നിറത്തിലെ സാരി ഉടുക്കണേ? കറുപ്പ് വേണ്ടാട്ടോ. അല്ലേൽ കല്യാണപ്പെണ്ണിന് ആൾക്കാർക്ക് കാണാൻ നീ സദാസമയം ചിരിച്ചുകൊണ്ട് നിൽക്കേണ്ടി വരും. ദാ ഇങ്ങനെ. പല്ലുകൾ പുറത്തുകാട്ടി ശ്രീനാഥ് നന്ദിതയെ നോക്കി കൊഞ്ഞനം കാണിച്ചു. ഒന്ന് നിർത്തുന്നുണ്ടോ ശ്രീയേട്ടാ? മോദി, കുറേയായി ഞാൻ സഹിക്കുന്നു. ക്ഷമിച്ചേക്ക് തമ്പുരാട്ടി. നിന്റെ കാര്യം കേൾക്കണ്ടെങ്കിൽ വേണ്ട, എൻ്റെ കാര്യം നീ കേൾക്ക്. എനിക്ക് ആരുടെയും കാര്യം കേൾക്കണ്ട. നന്ദിത അവിടുന്ന് പോകാനൊരുങ്ങി. ഒരു പടി കടക്കുന്നതിന് മുന്നേ അവളുടെ കൈകളിൽ ശ്രീനാഥിൻ്റെ കൈകൾ കൊണ്ടുള്ള വിലങ്ങുകൾ വീണു. അങ്ങനെങ്ങ് പോകാതെ മാഷേ. എൻ്റെ പെണ്ണിൻ്റെ പേരെങ്കിലും ജസ്റ്റ് ഒന്ന് അറിയണ്ടേ നീ? അമ്മായി പറയണ കേട്ടു. പ്രഭ അല്ലേ? ഓ യാ, പ്രഭ. അതെ, പ്രഭാന്ന. എങ്ങനെയുണ്ട്? പ്രഭ ശ്രീനാഥ്. കൊള്ളാം, അസൽ ചേർച്ച. കണ്ണീരുകൊണ്ട് അവളുടെ കവിളുകൾ തോർന്നിരുന്നു. ശ്രീനാഥിന് മുമ്പിൽ മുഖം കാട്ടാതെ പടിക്കെട്ടിലേക്ക് നോക്കി നിന്നു അവൾ ഒരുവിധം പറഞ്ഞൊപ്പിച്ചു. ശ്രീനാഥിൻ്റെ കൈവിടുവിച്ച് നന്ദിത അകത്തേക്ക് പോകാൻ ഭാവിച്ചു. നീ എന്തിനാ ഇങ്ങനെ കിടന്ന് പിടയ്ക്കണത്? നിന്റെ കള്ളത്തരം ഞാൻ കണ്ടുപിടിക്കുമെന്ന് വിചാരിച്ചോ? അവളുടെ കൈ മുറുകെ പിടിച്ചുകൊണ്ട് തന്നോട് ചേർത്ത് നിർത്തി ശ്രീനാഥ് ചോദിച്ചു. നന്ദിത ഒരു നിമിഷത്തേക്ക് പതറിപ്പോയി. എന്ത് കള്ളത്തരത്തിൻ്റെ കാര്യമാണ് ശ്രീയേട്ടൻ ചോദിക്കുന്നത്? തൻ്റെ ഉള്ളിലിരിപ്പ് വല്ലതും അറിഞ്ഞിട്ടാണോ ഈശ്വര? നന്ദിത ഒളികണ്ണിട്ട് ശ്രീനാഥിൻ്റെ മുഖത്തേക്ക് നോക്കി. ഇല്ല, കള്ളത്തരം കണ്ടുപിടിച്ചതിൻ്റെ യാതൊരു പാവവുമില്ല. കൂച്ചുവിലങ്ങിട്ട പോലെ തൻ്റെ കൈകൾ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കൈ വിട് ശ്രീയേട്ടാ. വിട്ടില്ലെങ്കിൽ ഞാൻ അപ്പയെ വിളിക്കും. നീ എന്തിനാ വിളിക്കുന്നേ? ഞാൻ തന്നെ വിളിക്കാം. അമ്മേ. ഏയ്. നന്ദിത ഉടനെ തൻ്റെ കരം അവൻ്റെ ചുണ്ടുകളിൽ അമർത്തി. എന്തിനാ ഇപ്പം അപ്പയെ വിളിക്കണേ? ശ്രീനാഥ് നിശബ്ദം നിന്നു. എന്തേ, ഇപ്പോഴൊന്നും മിണ്ടാനില്ലേ? അവളുടെ കൈകൾ തൻ്റെ ചുണ്ടുകളിൽ നിന്ന് അടർത്തി മാറ്റിക്കൊണ്ട് അവൻ പറഞ്ഞു. ഇങ്ങനെ വായ പൊത്തി പിടിച്ചാൽ എനിക്കെന്നല്ല ദൈവം തമ്പുരാന് പോലും ഒന്നും മിണ്ടാൻ പറ്റില്ല. നന്ദിത ജാളിതയോട് ചിരിച്ചു. ഞാൻ പോവാ ശ്രീയേട്ടാ, സുഭദ്രപ്പ തിരക്കുന്നുണ്ട്. നിൽക്കാൻ പറഞ്ഞുള്ള ശ്രീനാഥിൻ്റെ പിൻവിളി കേട്ടിട്ടും കേൾക്കാത്ത പോലെ അവൾ പടിക്കെട്ട് കിടന്നു. കിടക്കുന്നതിന് മുമ്പ് തൻ്റെ മാത്രം സ്വന്തമെന്ന് പറയാനുള്ള ആ പഴയ തകരപ്പെട്ടി അവൾ തുറന്നു. അതിൻ്റെ കിഴക്കേ കോണിൽ നിധി പോലെ സൂക്ഷിച്ചു വെച്ച ചെറിയൊരു കൽപ്പെട്ടി പുറത്തേക്കെടുത്തു. എൻ്റെ അച്ഛയും അമ്മയും പോലെ പ്രിയപ്പെട്ട വേറൊരാളുടെ ഓർമ്മ. നന്ദിത പുഞ്ചിരിച്ചു. പെട്ടി തുറന്നപ്പോഴേക്കും പുറത്തേക്ക് ചാടിയത് ഒരുപിടി വെള്ളക്കടലാസുകളായിരുന്നു. എല്ലാത്തിലും ഒരേ ചിത്രം. കുട്ടി നിക്കറും ഷർട്ടുമിട്ട ഒരു കുസൃതിക്കാരൻ, എഴുന്നു നിൽക്കുന്ന മുടിയിഴകൾ, ചിരിക്കുമ്പോൾ നുണക്കുഴി കാട്ടാൻ എന്നവണ്ണം ഇരു കവിളിലുമായി ഈ 2 വരകൾ വീതം. കുസൃതിക്കാരനെങ്കിലും സുന്ദരൻ. അടുത്തുണ്ട് അവൻ്റെ കൈകളെ കോർത്തു പിടിച്ചുകൊണ്ട് ഒരു കൊച്ചു കിളുക്കാൻ പെട്ടി. പുള്ളി പാവാടയും ബ്ലൗസും ഇട്ട കറുത്ത സുന്ദരി. നീണ്ട മുടി ഇരുവശവും പിന്നിയിട്ട് കുസൃതിക്കാരൻ്റെ തോളിൽ വലത് കൈ ചായച്ചു വെച്ച് നിൽക്കുന്നു. ഇനി ഒരിക്കലും പിരിയരുതെന്നൊരു ഉറപ്പ് പോലെ കൈകൾ ചേർത്ത് പിടിച്ചിരിക്കുന്നു. അന്നുണ്ടായ അതേ അനുഭൂതിയല്ലേ തൻ്റെ കൈകളെ ഇന്ന് ശ്രീയേട്ടൻ കൈകൾ കൊണ്ട് തൊട്ടപ്പോഴുണ്ടായത്? അതെ, നന്ദിത ആത്മനിർവൃതിയോടെ സ്വയം സമ്മതിച്ചു. ശ്രീയേട്ടനായിരുന്ന ചിത്രം ആദ്യം വരച്ചത്. ഓടിക്കൊണ്ട് തൻ്റെ അടുത്തേക്ക് വന്ന് പറഞ്ഞു, നന്ദൂട്ടി, നമ്മുടെ പടം ഞാൻ വരച്ചിട്ടുണ്ട്. കാണിച്ചു തരാൻ ഒരുപാട് നടന്നു പുറകെ. പക്ഷേ ആള് സമ്മതിച്ചില്ല. ആ വാശിക്ക് താനും വരച്ചു കുറേ ചിത്രങ്ങൾ. ഒന്നും ശരിയായില്ല. അല്ലെങ്കിലും പണ്ടേ ഒരു ബുദ്ധൂസായിരുന്നല്ലോ താൻ. നന്ദിത സ്വയം ശ്വാസിച്ചുകൊണ്ട് തലയ്ക്ക് തട്ടി. താൻ വരച്ച ചിത്രങ്ങൾ പോലെ പൂർത്തിയാവാത്ത തൻ്റെ ജീവിതം. അതാണ് ഈ ബാക്കിയുള്ള ഒരുപിടി കടലാസു തുണ്ടുകൾ. ഏറ്റവും ശരിയായിട്ടുള്ളത്, എല്ലാത്തിനും മുകളിൽ സ്ഥാനം കൊടുത്തിട്ടുള്ള ശ്രീയേട്ടൻ വരച്ച ചിത്രം. ഓരോ കടലാസു തുണ്ടുകളും അവൾ വളരെ ശ്രദ്ധാപൂർവം മടക്കി വെച്ചു.
തുടരും. കഥ വായിച്ചിട്ട് ഇഷ്ടമാണെങ്കിൽ ദയവായി നിങ്ങൾ സപ്പോർട്ട് തരണേ.